ഹായ്. രാജീവ് രവി സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ സംശയം എന്ന സിനിമയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ചിത്രത്തില് വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, ലിജിമോൾ ജോസ്, പ്രിയംവദ, സിദ്ദീഖ് തുടങ്ങിയവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ കഥ ഒരു സംശയമാണ്. ആ സംശയമാണ് ഈ സിനിമയുടെ കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ഇതൊരു ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് രസകരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതിലെ സംശയം ചിലപ്പോൾ നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സംശയം തോന്നുന്ന രീതിയിലാണ് ഈ സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കൊരു ഫോൾട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവ കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഷറഫുദ്ദീൻ ആണെങ്കിലും വിനയ് ഫോർട്ട് ആണെങ്കിലും ലിജി മോള്, പ്രിയംവദ, സിദ്ദീഖിന്റെ റോള് കുറച്ചുള്ളൂ. സിദ്ദീഖിന് വളരെ കുറച്ച് റോള് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഈ പറയുന്ന 4 കഥാപാത്രങ്ങളാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അവരും വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ അടിപൊളിയാണ്. ഈ സിനിമ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ, കാണാണ്ടിരിക്കരുത്. ഇത് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി തന്നെയാണ് സംശയം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇനി ഇതിന്റെ കഥ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വിനയ് ഫോർട്ട് ലിജിമോളെ കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം ഇവർക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഈ കൊച്ചിന് ഒരു 1-2 വയസ്സായപ്പോൾ ഈ കൊച്ചിനെ ഇവരുടേതല്ല എന്നുള്ള ഒരു തോന്നല് നമ്മുടെ ലിജിമോൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ലിജിമോള് വിനയ് ഫോർട്ടിനോട് പറയുന്നുണ്ട്, നമ്മളെ മോനെ ശ്രദ്ധിച്ചായിരുന്നു, ഇത് നമ്മുടെ കൊച്ചനാണോ? നമ്മൾ രണ്ടാളും ഒരു കളറോ അല്ലെങ്കിൽ ഒരു മുഖഛായയോ കാര്യങ്ങളൊന്നും നമ്മുടെ ഈ കൊച്ചിന് കാണുന്നില്ല എന്നുള്ളൊരു സംശയം നമ്മുടെ വിനയ് ഫോർട്ടിനോട് ലിജിമോള് പറയുന്നുണ്ട്. അപ്പോൾ വിനയ് ഫോർട്ട് അത് ആദ്യം കാര്യമാക്കി എടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ലിജിമോൾക്ക് മെന്റലി ഡിപ്രഷനൊക്കെ ആയിട്ട് ചെറിയൊരു പ്രശ്നത്തിനൊന്നും ഉണ്ടായിരുന്നു. അതിന് ഗുളികയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ആശാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഇവനിക്ക് തന്നെ ഒരു തോന്നൽ തോന്നും, ഇനിയിതിപ്പോ നമ്മുടെ കൊച്ചനെ ആണോ അല്ലേ എന്നുള്ളത്. അങ്ങനെ ഇവന്റെ ഉറ്റ സുഹൃത്ത് എടുത്തു പോയിട്ട് വിനയ് ഫോർട്ട് ഇങ്ങനെ കാര്യം പറയും, കൊച്ചിനെ നോക്കി, ഞങ്ങൾ രണ്ടാളുടെ ഒരു മാച്ച് ഇല്ല, ഇനി കൊച്ചു മാറിപ്പോയോ എന്ന ഡൗട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അയാൾ നോക്കുമ്പോഴും പറയുന്നുണ്ട്, ഇതെന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ലിജിമോള് പറഞ്ഞത് ശരിയാവാനാണ് ചാൻസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ രണ്ടാളുടെ മനസ്സിൽ ആ ഒരു സംശയം കൂടി വരുന്നുണ്ട്. ഇതാണെങ്കിൽ വേറെ ആരോടും പറയുന്നില്ല. അങ്ങനെ നമ്മുടെ വിനയ് ഫോർട്ട് നമ്മുടെ ലിജിമോൾ പ്രസവിച്ച ഹോസ്പിറ്റലിൽ പോകുന്നു. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഒരു നേഴ്സിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതറിയാവുന്ന ഒരു കൊച്ചു തന്നെയാണ് വിനയ് ഫോർട്ടിന്റെ. അങ്ങനെ ആ കൊച്ച് ആ ഒരു സമയത്ത് പ്രസവിച്ച എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മുടെ വിനയ് ഫോർട്ടിന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടല് 6 ആൾക്കാരാണ് ആ സമയത്ത് പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വിനയ് ഫോർട്ടിന് കൊടുക്കുന്നു. വിനയ് ഫോർട്ട് അന്വേഷിച്ച് വരുമ്പോൾ അതിലൊരു 2 ആൾക്കാർ പെൺകൊച്ചുങ്ങളാണ്, ബാക്കി എല്ലാവരും ആൺകൊച്ചുങ്ങളാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അങ്ങനെ പിന്നീട് ഇവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ലീവ് എടുത്തിട്ട് നമ്മുടെ ഈ അന്വേഷണത്തിന്റെ പിന്നിൽ പോവുകയാണ്, അവന്റെ കൊച്ചു എവിടെ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലിടക്ക് ഇവന്റെ അച്ഛൻ്റെ ഒരു കഥാപാത്രമുണ്ട്. നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല, വീട്ടിലുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഈ സംഭവമായിട്ട് മുന്നോട്ട് ഇങ്ങനെ വിനയ് ഫോർട്ടും പോകുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ 1-2 സ്ഥലത്തൊക്കെ പോയി കൊച്ചിനെ നോക്കി ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോൾ അവിടെ ഒന്നും മാച്ച് ഇല്ല. ലാസ്റ്റ് വേണ്ട, നമ്മുടെ കൊച്ചു തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ എത്തുന്നു. അങ്ങനെ ഒരു വീട്ടിലെ ഒരു ഫംഗ്ഷന്, തൊട്ടടുത്ത വീട്ടിലൊരു ഫംഗ്ഷന് നമ്മുടെ വിനയ് ഫോർട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു പെൺകൊച്ചിനെ പരിചയപ്പെടുന്നുണ്ട്. ആ പെൺകൊച്ച് ഒളിച്ചോടി വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. പിന്നീട് പോകുന്ന കഥ അങ്ങോട്ടാണ്. ആ പെൺകൊച്ചിനും ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിനെ കണ്ടപ്പോൾ നമ്മുടെ വിനയ് ഫോർട്ടിന് ചെറിയൊരു ഡൗട്ട് തോന്നുന്നു. ആശാൻ ഇതേപോലെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ലിജിമോൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മാച്ച് ഉള്ള പോലെ, അതായത് ഇവരുടെ ഒരു സാദൃശ്യമുള്ള ഒരു കൊച്ചിനെ പോലെയാണ് അതിൽ തോന്നുന്നത്. അങ്ങനെ വിനയ് ഫോർട്ട് ഈ കൊച്ചിനെ അന്വേഷിച്ച് കോഴിക്കോട് അങ്ങനത്തെ സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് നോക്കുമ്പോഴാണ് അവിടുന്ന് നമ്മുടെ ഷറഫുദ്ദീനെ കാണുന്നത്. അങ്ങനെ ഷറഫുദ്ദീനോട് കാര്യങ്ങളൊക്കെ ഈ ഒരു സംശയം പറയുന്നുണ്ട്. അപ്പോൾ ഷറഫുദ്ദീൻ വിചാരിക്കും വിനയ് ഫോർട്ടിന് എന്തോ മെന്റലി പ്രോബ്ലം ഉള്ളതാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ ഇവൻ വീണ്ടും ഇതുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ അതുവരെ നമ്മുടെ വിനയ് ഫോർട്ടിന്റെ കഥകളുമായിട്ട് പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരെ നമ്മുടെ ഷറഫുദ്ദീനെ വിവാഹം കഴിച്ച നമ്മുടെ പ്രിയംവദ, അവരുടെ ഒരു ക്യാരക്ടർ
അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ സിനിമയിൽ കാണിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ വേറെ വഴിയില്ലാതെ നമ്മുടെ വിനയ് ഫോർട്ടും വൈഫും നമ്മുടെ ഷറഫുദ്ദീന്റെ അടുത്ത് വന്നിട്ട് കൊച്ചിനെ കാണാൻ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ലാസ്റ്റ് അതൊരു കേസാവുന്നു. കേസായി കഴിഞ്ഞതിന് ശേഷം ആ കേസിന്റെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ വിനയ് ഫോർട്ടിന്റെ അച്ഛൻ ഈ ഒരു സംഭവങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അതിനെതിരെ അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കോടതിയിൽ കേസ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പ്രിയംവദ അവരുടെ ക്യാരക്ടർ വന്നിട്ട് നമ്മുടെ വിനയ് ഫോർട്ടിന്റെ അടുത്ത് വന്ന് ആ കൊച്ചിനെ കാണുന്നുണ്ട്. അപ്പോൾ അവൾക്കും ചെറിയൊരു ഡൗട്ട് വരുന്നുണ്ട്, ഇനി ഇതായിരിക്കോ എന്റെ കൊച്ച്? അതായത് മൊത്തം സംശയമാണ്. ശരിക്കും നമ്മൾ ഈ സിനിമ കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് വരാവുന്ന രീതിയിലാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് തന്നെ പറയണം. അങ്ങനെ ലാസ്റ്റ് ഒടുവിൽ ആ ഒരു DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരുടെയും കൊച്ചുങ്ങൾ മാറിയിട്ടുള്ളതെന്നുള്ള ഒരു ക്ലൈമാക്സിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ വിധി വരുന്നു. വിധി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം എന്നുള്ള വിധി വന്ന് ഇവര് മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പക്ഷെ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധിക്കുന്നില്ല. കാരണം ഓൾറെഡി ആ കൊച്ചുമായിട്ട് ഇവര് പൊരുത്തപ്പെട്ടു പോയി. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് കോടതിയിലെ വിധിയുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സംഭവങ്ങൾക്കൊക്കെ ഒടുവിൽ പഴയതുപോലെ തന്നെ ആദ്യം ആ കൊച്ചു എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിട്ടാണ് ഒരു തിരിച്ചു റിട്ടേൺ പോകുന്നത്. അതിലിടയ്ക്ക് നമ്മുടെ ലാസ്റ്റ് ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് ഷറഫുദ്ദീൻ പറയുന്നുണ്ട്, നമ്മുടെ ഈ കൊച്ചിന് 18 വയസ്സാകുമ്പോൾ നമ്മൾക്ക് ഈ മാറിയ കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പടം അവസാനിച്ചു എന്ന് ഇരിക്കുന്ന സമയത്താണ് ശരിക്കുള്ള ഒരു ട്വിസ്റ്റ് ഈ സിനിമയിൽ വരുന്നത്. ആ ട്വിസ്റ്റാണ് ഈ സിനിമയുടെ കഥ. ഇതിൽ ചെറിയ രീതിയിൽ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു ജാതി അല്ലെങ്കിൽ കറുപ്പ് വെളുപ്പ് അല്ലെങ്കിൽ ഇതൊരു വെളുത്ത കൊച്ചല്ല, ഇത് കറുത്ത കൊച്ചാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളൊരു സംഭവം ഈ സിനിമയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് നമ്മളിപ്പോഴും മാറാത്ത ആ ഒരുപാട് വ്യക്തികളെ നമുക്ക് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ മാറാൻ ചാൻസ് ഇല്ലാത്തതാണ്. എന്നാലും ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സിനിമ എടുത്ത് അവസാനിപ്പിച്ചു. പക്ഷെ ഭയങ്കര രസമായിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ആരെങ്കിലും ഈ കഥ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ചെറിയ ഡൗട്ട് വരും, ഇനിയിപ്പോ എന്റെ കൊച്ചെങ്ങാനും മാറിക്കാണും, എന്റെ കൊച്ച് ഇതല്ലേ എന്നുള്ള രീതിയിലും എന്നുള്ള സംശയങ്ങളും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഡയറക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ ഈ കണ്ടു കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവം അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.